യോഗതന്ത്രശാസ്ത്ര കൃതി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. യോഗശാസ്ത്രവും തന്ത്രശാസ്ത്രവും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കൃതി. തന്ത്രശാസ്ത്രത്തിലൊക്കെ ഉപയോഗിക്കുന്ന ബാലാസുബ്രഹ്മണ്യ മന്ത്രമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ കൃതിയിൽ അടക്കി വെച്ചിരിക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാരുടെയൊക്കെ പഠനം കാട്ടിത്തരുന്നുണ്ട്. എങ്ങനെയായിരുന്നാലും ജപം കൊണ്ട്, ബീജാക്ഷരങ്ങളുടെ മാല കൊണ്ട്, അവയുടെ നിരന്തരമായ ജപം കൊണ്ട് ഒരു മനുഷ്യന്റെ ഉള്ളിൽ കോസ്മിക് എനർജിയുടെ വലിയ വിസ്ഫോടനങ്ങളെ സൃഷ്ടിക്കുവാൻ ശേഷിയുള്ള പവർ പാക്കറ്റാണ് ബാഹുലേയാഷ്ടകം. ശരഹണ ഭവ എന്ന മന്ത്രത്തിനെ ഓരോ അക്ഷരത്തിന്റെയും 4 പിരിവുകളായ ബീജമന്ത്രങ്ങളായി പിരിച്ചിട്ട് ഗുരു വിന്യസിച്ച ഒരു രീതിയുണ്ട് ഇതിൽ. ശം ശം ശം, ശിം ശിം ശിം, ശും ശും ശും, ശൗം ശൗം ശൗം, രം രം രം, റിം റിം റിം, രും രും രും, രൗം രൗം രൗം, ഹം ഹം ഹം, ഹിം ഹിം ഹിം, ഹും ഹും ഹും, ഹൗം ഹൗം ഹൗം, നം നം നം, നിം നിം നിം, നും നും നും, നൗം നൗം നൗം, ഭം ഭം ഭം, ഭിം ഭിം ഭിം, ഭും ഭും ഭും, ഭൗം ഭൗം ഭൗം, വം വം വം, വിം വിം വിം, വും വും വും, വൗ വൗ വൗ. ഈ ശബ്ദങ്ങള് ബീജമന്ത്രങ്ങൾ ചൊല്ലുമ്പോ നമ്മുടെ തൊണ്ടയിലിരിക്കുന്ന സ്വനപേടകം തൊട്ടിങ്ങോട്ടൊരു പ്രകമ്പനം ഉണ്ടാകുന്നുണ്ട്. ആ പ്രകമ്പനങ്ങളാണ് വാസ്തവത്തിൽ സായിപ്പന്മാർ പറഞ്ഞതുപോലെ നമ്മുടെ അവയവങ്ങളെ ഉത്തേജിപ്പിക്കുകയും നമ്മുടെ ഹൃദയത്തെ നന്നായി പ്രവർത്തിക്കുകയും അതിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അതിന്റെ ഒരു ശാസ്ത്രീയമായ വശം ഇതാണ്. എന്നിരുന്നാലും സാധാരണ മനുഷ്യർക്ക് ഏതാണ്ട് ഒരു 1890 കാലഘട്ടത്തിൽ ഗുരു എഴുതിയൊരു കൃതിയാണ് ബാഹുലേയാഷ്ടകം. ഒന്ന് ആലോചിച്ച് നോക്കണം. മന്ത്രസംസ്കാരമോ മന്ത്രവിധിയോ ജപമോ വൈദികമോ ഒന്നും സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക്, ജാതിയിൽ താന്നവനെന്ന് മുദ്ര കുത്തപ്പെട്ടിരുന്ന ഒരു വ്യക്തിക്ക് ചൊല്ലുവാനോ പഠിക്കുവാനോ സാഹചര്യമോ യോഗ്യതയോ ഒന്നും മറ്റുള്ളവർ കൽപ്പിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഏതു കാലഘട്ടത്തിലാണ്? എനിക്കും നിങ്ങൾക്കും മന്ത്രം കേട്ടാൽ, വേദം കേട്ടാൽ ചെവിയിൽ ഈയമുഴുക്കി ഒരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതേ മന്ത്രത്തിൽ നിന്നെടുത്തിട്ടുള്ള, അതേ വേദങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള ബീജമന്ത്രങ്ങളെ കോർത്തൊരു കൃതി കയ്യിൽ തന്നപ്പോ ശ്രീനാരായണ ഗുരുദേവൻ കാണിച്ച തന്റെ ഇടം എന്തായിരുന്നു? എന്നെയും നിങ്ങളെയും കൊണ്ട് ഒരു മന്ത്ര സംസ്കാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഇതിന്റെ ഫലം നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് സംശയം. അധികം നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ബാഹുലേയാഷ്ടകം മന്ത്രങ്ങളുടെ ധ്വനികൾ കൊണ്ട് ചടുലമാണെങ്കിൽ ഷൺമുഖ ദശകം ഒഴുകിയിറങ്ങുന്ന ഒരു ചെറു നദി പോലെയാണ്.